പാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണ്. ഇന്നലകളിലെന്നോ കേട്ടു തുടങ്ങിയതാണ് ഈ പാട്ട്. കേട്ടിട്ടും കേട്ടിട്ടും മതിവരാത്ത ഗാനമായി പിന്നെ അത്. പാടിപ്പതിഞ്ഞ ഈ ഗാനം ഇന്നും മലയാളികളുടെ മനസ്സിൽ നറുമണം പടർത്തുന്ന പുഷ്പമായി തന്നെ വിരിഞ്ഞു നിൽക്കുന്നു. ഓർമ്മിക്കുന്നുണ്ടോ ഈ ഗാനം രചിച്ച ആളിനെ, ദേവദാസ് എന്ന ഈ മനുഷ്യനെ? ഒരു ഗാനമല്ല, വീണ്ടും വീണ്ടും പാടിക്കേൾക്കാൻ മോഹിക്കുന്ന ഒരു പിടി നല്ല ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ച ഒരാളാണിത്. മലയാള സിനിമയിൽ പാട്ടുകളുടെ മലർവാഴി തീർത്ത ഈ ഗാനരചയിതാവിനെ മറക്കാനാകുമോ നമുക്ക്? ഇല്ല, മറക്കുവാനാകില്ല നമുക്ക് ഈ ദേവദാസിനെ, ഇദ്ദേഹം നമുക്കായി തന്ന പാട്ടുകളെയും. ഞാൻ വളരെ ചെറുപ്പത്തിൽ തൊട്ടേ കവിതയോടൊക്കെ വളരെ വാസനയുണ്ടായിരുന്നു, ചെറിയ വാസന. അപ്പോൾ അത് മനസ്സിലാക്കി അമ്മ എനിക്ക് വേണ്ട പ്രോത്സാഹനം തന്നു. അമ്മയ്ക്ക് സംസ്കൃതത്തിലും മലയാളത്തിലുമൊക്കെ കുറച്ച് പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അമ്മയുടെ ആ പ്രോത്സാഹനം എൻ്റെ കവിത രചനയ്ക്കൊക്കെ വളരെ പ്രേരകമായിട്ടുണ്ട്. അങ്ങനെ വളർന്നു വരും. പക്ഷേ ഈ നാട്ടിൽ നിന്നൊന്നും എനിക്ക് വേണ്ടത്ര ഒരു പ്രോത്സാഹനമോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയല്ലല്ലോ പണ്ട്. സ്കൂളിലൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അന്ന് ഞാൻ പഠിക്കുന്ന അവസരത്തിലൊന്നും എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ കവിതകൾ എഴുതി. അന്ന് കുറേ കുട്ടികളുടെ ദീപിക, അങ്ങനെ കുറച്ച് കുട്ടികളുടെ എന്തോ ഞാൻ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ യുവപ്രതിഭ, യുവസാഹിത്യ പരിഷത്ത്, അങ്ങനെയുള്ള ചില കവിതാ മത്സരങ്ങളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടും ഈ രംഗത്ത് കവിത എഴുതാനുമൊക്കെ ഉള്ള ഒരു പ്രോത്സാഹനമായി മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കവിതയും പാട്ടുമൊക്കെ എഴുതി നടക്കുമ്പം ഞാൻ ഓർക്കും, ഈ ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ എനിക്കൊരു പാട്ട് എഴുതാൻ കഴിഞ്ഞെങ്കിൽ അതെനിക്ക് വളരെ, അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്ന്. ആ അവസരത്തിലാണ് എനിക്ക് ഈ യുവപ്രതിഭയുടെ ഒരു അവാർഡൊക്കെ കിട്ടിയപ്പം എൻ്റെ നാട്ടുകാരായ ഒരു ആൾക്കാരെന്നെ വിളിച്ച് പാട്ടെഴുതിക്കാൻ താല്പര്യമുണ്ടോയെന്നൊക്കെ വിളിച്ച്. പക്ഷേ ആ പാട്ടെഴുതിക്കാനെന്ന് വിളിച്ച് പിന്നെ അത് ഞാൻ പാട്ടെഴുതാൻ പോയി ആദ്യമൊക്കെ അവർ വളരെ നല്ല രീതിയിൽ എന്നോട് പെരുമാറിയെങ്കിലും പിന്നീട് അവർ എന്നോട് ഒരു മോശമായ രീതിയിലുള്ള പെരുമാറ്റവും കളിയാക്കലും ഒക്കെയാണെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാനത് വളരെ ദുഃഖത്തോടു കൂടി എൻ്റെ അമ്മയോട് വന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ്, മോനെ സാരമില്ല, എല്ലാം നീ കൃഷ്ണസ്വാമി മുതലാളിയോട് എന്ന് പറയുമല്ലോ, നിൻ്റെ ആഗ്രഹം സിനിമയായി പാട്ടെഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ അദ്ദേഹത്തോട് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കവിത എഴുത്തിൽ സമ്മാനങ്ങൾ കിട്ടിത്തുടങ്ങിയപ്പോൾ തന്നിലെ കവിയെ കൂടുതൽ പേർക്ക് മുന്നിൽ എത്തിക്കണമെന്നായിരുന്നു ദേവദാസിന് മോഹം. ആ വലിയ ആഗ്രഹവുമായാണ് പത്രമുതലാളിയായ കൃഷ്ണസ്വാമി റെഡ്ഡിയാരെ കാണാനായി കൊല്ലത്തെത്തുന്നത്. സാഹിത്യലോകത്ത് പുതിയ എഴുത്തുകാരെ അവതരിപ്പിക്കാൻ താൽപ്പര്യപ്പെട്ടിരുന്ന നല്ല മനസ്സിനുടമയായിരുന്നു കൃഷ്ണസ്വാമി റെഡ്ഡിയാർ. തനിക്ക് മുന്നിലെത്തിയ ദേവദാസ് എന്ന യുവകവിയെ അക്ഷരലോകത്തിന് പരിചയപ്പെടുത്താൻ അദ്ദേഹം മനസ്സുവയ്ക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വന്ന് കാണുന്ന എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവ് ആയിരുന്നു. ഞാൻ ആദ്യം കുങ്കുമത്തി കവിതയായിട്ട് കൊടുക്കാനായിട്ട് വന്നപ്പം അദ്ദേഹം എന്നെ പരിചയപ്പെട്ടിട്ട് പറഞ്ഞ്, എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരികയാണ്, എനിക്ക് ഒരാഗ്രഹമുണ്ട്, ഇതിൽ കവിത എഴുതണം. ശരി തീർച്ചയായിട്ടും ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി തവണ ഞാൻ അവിടെ കവിത എഴുതിക്കൊണ്ട് പോയി. അവസാനം എന്നോട് പറഞ്ഞ് തുഞ്ചത്തെഴുത്തച്ഛനെ പറ്റി ഒരു ലേഖനം എഴുതി കൊടുക്കാൻ. അവസാനം ഞാൻ തുഞ്ചത്തെഴുത്തച്ഛനെ പറ്റി ലേഖനം എഴുതി, അത് വളരെ പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിച്ച്. അപ്പം ഞാൻ വീണ്ടും ചെന്നപ്പം എൻ്റെ കവിതയിൽ നിന്ന് എന്നെ മാറുന്ന പിന്നെ ടോൾസ്റ്റോയെ പറ്റി ലേഖനം എഴുതി. അപ്പം എനിക്ക് അപ്പോഴും താല്പര്യം കവിത എഴുതുന്നതിലാണ്. ആ അവസരത്തിലാണ് എനിക്ക് യുവപ്രതിഭയുടെ ഒക്കെ സമ്മാനം കിട്ടുന്നതും. അത് കൃഷ്ണസ്വാമി മുതലാളി അറിഞ്ഞ് എന്നെ NV കൃഷ്ണവാര്യരുടെ അടുക്ക കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ കവിതകളുമൊക്കെ ആയിട്ട്. അപ്പോൾ NV കൃഷ്ണവാര്യർ അദ്ദേഹം എൻ്റെ കവിതയെല്ലാം വായിച്ചിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം മുതലാളിക്ക് അത് എന്നോട് വലിയൊരു സ്നേഹം കൂടുന്നതിനും എന്നൊരു പ്രോത്സാഹനമൊക്കെ തരണമെന്നുള്ള ഒരു തോന്നലിന് ഇടയായി.
വാത്സല്യം കലർന്ന ഇഷ്ടമായിരുന്നു കൃഷ്ണസ്വാമി റെഡ്ഡിയാർക്ക് ദേവദാസിനോട് ഉണ്ടായിരുന്നത്. പാട്ടെഴുത്തുകാരനായി ദേവദാസിനെ സിനിമയിൽ അവതരിപ്പിക്കുന്നതും ഇദ്ദേഹമാണ്. പുതിയ അരങ്ങിലെ ആദ്യ അവസരം തന്നെ അതിഗംഭീരമാക്കാൻ ഈ കവിക്ക് കഴിയുകയും ചെയ്തു. നാനായുടെ ലെറ്റർ പാടിലെ എസ് രാമകൃഷ്ണൻ്റെ ഒരു ലെറ്റർ എനിക്ക് വന്നു. സുഹൃത്തെ, ഞങ്ങളുടെ മുതലാളി പറഞ്ഞിട്ടാണ് ഈ കത്തെഴുതുന്നത്. ഒരു സിനിമയിൽ പാട്ടെഴുതാൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം ഞാനൊരു വലിയൊരു ജേതാവിനെ പോലും ഇങ്ങനെ കൃഷ്ണസ്വാമി മുതലാളിയുടെ അടുക്ക പോവുക. അവിടെ ചെന്നപ്പോൾ മുടിയൊക്കെ നീട്ടി വളർത്തിയൊരു ആളവിടെ ഇരിപ്പുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. ഞാൻ അങ്ങോട്ട് കയറിയത് മുതലാളി പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ കൊച്ചു കവി, ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഇരുന്ന യുവാവിനെ പരിചയപ്പെടുത്തി, ഇതാണ് മിസ്റ്റർ ബാലേന്ദ്ര മേനോൻ. എന്തായാലും നമ്മുടെ കവിക്ക് വേണ്ടിയൊക്കെ ഞാനൊരു പടം തന്നെ അങ്ങ് എടുക്കാമെന്ന് തീരുമാനിച്ചു അന്ന്. എന്നിട്ട് പറഞ്ഞ് ഏറ്റവും വലിയ ബാലേന്ദ്ര മേനോനോട് പറഞ്ഞ്, നമ്മുടെ കവിക്ക് പാട്ടെഴുതാൻ 6 മാസം വേണമെങ്കിൽ 6 മാസം കഴിഞ്ഞ് നമുക്ക് പടം തുടങ്ങിയാൽ മതി എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഒരു തുടക്കം. അത് ഞാൻ ആദ്യം എഴുതുന്ന പാട്ടാണ് കാട്ടൂറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു മയങ്ങും പെണ്ണെന്ന്.